ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ എൻ്റെ 9th മന്തിലെ ചെക്കപ്പിന് വേണ്ടിയിട്ട് ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഹോസ്പിറ്റലിലെത്തി. ഇന്നാണ് കേട്ടോ PV ചെയ്യാൻ വേണ്ടിയിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ PV ചെയ്യാൻ വേണ്ടിയിട്ട് ലേബർ റൂമിലേക്ക് പോയിട്ടാ. ലേബർ റൂം കാണുമ്പോൾ ഒരു ടെൻഷനാണ്. മോൻ്റെ ഡെലിവറി സമയത്ത് ഉണ്ടായ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ഇങ്ങനെ മനസ്സിലേക്ക് ഓർമ്മ വന്നു കേട്ടോ. അങ്ങനെ PV ഒക്കെ ചെയ്തു. അതിൻ്റെ റിപ്പോർട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് ഡോക്ടറെ അടുത്ത് പോയിട്ട് റിപ്പോർട്ടൊക്കെ നോക്കുമ്പോൾ ഈ സർവീക്സ് ഓപ്പൺ ആയിട്ടില്ല. അപ്പോൾ പിന്നെന്താണെന്ന് വെച്ചാൽ എനിക്ക് ഈ കഴിഞ്ഞ ഇപ്പോൾ 9th മന്താണ്. ഈ 8th മന്തിൽ കുഞ്ഞിൻ്റെ അനക്കം നല്ല രീതിയിലുണ്ടായിരുന്നു. ഈ 9ാം മാസം ആയിട്ടാകുമ്പോൾ കുഞ്ഞിൻ്റെ അനക്കം എനിക്ക് അത്രക്ക് ഇല്ലാത്ത പോലെ ഒരു ഫീല്, കുഞ്ഞിൻ്റെ അനക്കം ഇങ്ങനെ കുറഞ്ഞ പോലെ തോന്നുന്നത്. അപ്പോൾ അത് ഞാൻ ഡോക്ടറോട് പറഞ്ഞിട്ടാകുമ്പോൾ NST കൂടി ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞു. അപ്പോൾ എന്തെങ്കിലും കഴിച്ചിട്ട് വന്നിട്ട് ലേബർ റൂമിൽ പോയിട്ട് കുഞ്ഞിൻ്റെ അനക്കം ഒന്ന് കൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഡോക്ടർ പറഞ്ഞു. അങ്ങനെ ഞാനൊരു ജ്യൂസും കുടിച്ചിട്ട് നേരെ ലാബ് റൂമിലേക്ക് പോയിട്ടാ. അവിടെ ഒരു 3/4 മണിക്കൂർ അങ്ങനെ തന്നെ കിടന്നിട്ട് കുഞ്ഞിൻ്റെ അനക്കം കൗണ്ട് ചെയ്തുകൊണ്ട് നിന്നു. അപ്പോൾ അതിന് ശേഷം NSTയുടെ റിപ്പോർട്ടുമായിട്ട് ഡോക്ടറെ അടുത്ത് തന്നു. അപ്പോൾ അതിൽ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ മെയ് 22-ാം തീയതിയാണ് അഡ്മിറ്റ് ആവാൻ വേണ്ടിയിട്ട് പോകാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ മെയ് 22-ന് പോകണം. പിന്നെന്താണെന്ന് വെച്ചാൽ എനിക്കിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വയറ് ടൈറ്റ് ആവുന്ന പോലെ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഒരാഴ്ചയായി അങ്ങനെ തുടങ്ങിയിട്ട്. അപ്പോൾ അത് ഞാൻ ഡോക്ടറോട് പറഞ്ഞിട്ടാകുമ്പോൾ ഡോക്ടർ പറഞ്ഞു അത് ഡെലിവറിയുടെ ലക്ഷണമാണ്. അപ്പോൾ ഇനിയുണ്ടെങ്കിൽ അങ്ങനെ വെച്ചോണ്ട് നിൽക്കണ്ട, എത്രയും പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ വന്നിട്ട് അഡ്മിറ്റ് ആവാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 22-ന് മുമ്പ് അങ്ങനെ ഇനി എന്തെങ്കിലും ഉണ്ടായാൽ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് പോകേണ്ടി വരും. ഇനി ഈ മാസം 18-ാം തീയതി തന്നെ NST ചെയ്യാൻ വേണ്ടിയിട്ട് വീണ്ടും പോകാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെന്താ, അപ്പോൾ ഇനി പ്രത്യേകിച്ച് ഇനൊന്നും പറയാനില്ല കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഹോസ്പിറ്റലിലത്തെ കുറച്ച് വിശേഷങ്ങൾ. അപ്പോൾ ഇനി ബാക്കി വിശേഷങ്ങൾ ഞാൻ അടുത്ത വീഡിയോയിൽ ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്യണേ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.